നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കോൺഗ്രസിൽ നീക്കങ്ങൾ തുടരുന്നു. MLA-മാരുടെ അഭിപ്രായം തേടി നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും തിരുവനന്തപുരത്ത്. ഘടകകക്ഷി നേതാക്കളെയും കാണും. KC വേണുഗോപാലിനെയും VD സതീശനെയും പിന്തുണച്ച് KPCC ആസ്ഥാനത്ത് ഉൾപ്പെടെ ഫ്ലക്സുകൾ. ചർച്ച തെരുവിലേക്ക് നീങ്ങുന്നതിൽ ഹൈക്കമാൻഡിന് അതൃപ്തി. മുസ്ലിം ലീഗിനെ വിമർശിച്ച് മാത്യു കുഴൽനാടൻ. ലക്ഷ്മണരേഖ കടക്കരുതെന്ന് മുന്നറിയിപ്പ്. ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടാറില്ലെന്നും കുഴൽനാടൻ. കേരള കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുമെന്ന് PJ ജോസഫ്. അസാധാരണ തോൽവിയിൽ അസാധാരണ വിലയിരുത്തൽ ഉണ്ടാകുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. മുൻധാരണകളില്ലാതെ പ്രവർത്തകരെ കേൾക്കുമെന്നും ബേബി. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനങ്ങൾ പരിശോധിക്കുമെന്ന നേതൃത്വം. LDF യോഗം തിരുവനന്തപുരത്ത് തുടരുന്നു. തമിഴ്നാട് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി വിജയ്. കേവല ഭൂരിപക്ഷം ഉണ്ടെന്ന അവകാശവാദം. സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചേക്കും. TVK സർക്കാർ രൂപീകരിക്കട്ടെ എന്നും 6 മാസം കാത്തിരിക്കുമെന്നും MK സ്റ്റാലിൻ. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ PA ചന്ദ്രനാഥ് രഥിനെ വെടിവെച്ചു കൊന്നു. വെടിയുതിർത്തത് ബൈക്കിലെത്തിയ സംഘം. അപലപിച്ച് TMC. കൊലപാതകം തൃണമൂലിന്റെ അറിവോടെയെന്ന് BJP. CBI അന്വേഷണം വേണമെന്ന് കുടുംബം. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർപ്പുഴ കയ്യേറ് നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നു. 56 കെട്ടിടങ്ങൾ ഉടമകൾ തന്നെ പൊളിച്ചു നീക്കും. സ്ഥലത്ത് കനത്ത സുരക്ഷ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായി നിയുക്ത MLA-മാരുമായി AICC നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തുകയാണ് KPCC-യിൽ. അതിനിടെ കരുനീക്കങ്ങളും സമ്മർദ്ദ തന്ത്രങ്ങളും ശക്തമാക്കി KC VD ചെന്നിത്തല പക്ഷങ്ങൾ. ഘടകകക്ഷികളുടെ പിന്തുണ കിട്ടാൻ കൂടുതൽ മന്ത്രിസ്ഥാനം വരെ നേതാക്കൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി KPCC-യിൽ നിന്ന് അൽഫ്രഡ് ഡിസൂസ ചേരുകയാണ്. അൽഫ്രഡ്, മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായുള്ള നിരീക്ഷകരുടെ കൂടിക്കാഴ്ച എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? MLA-മാരുമായി കൂടിക്കാഴ്ച തുടരുകയല്ല ഇപ്പോഴും? തീർച്ചയായും മായ, ഇപ്പോഴും കൂടിക്കാഴ്ച അവസാനിച്ചിട്ടില്ല. ഓരോ MLA-മാർ തനിയാണ് അവർ കാണുന്നത്. യോഗം കഴിഞ്ഞ, അതായത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം MLA-മാർ ഓരോരുത്തരെ പുറത്തോട്ട് ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യ രീതിയിൽ ഈ യോഗം ചേർന്നപ്പോൾ തന്നെ ഈ മുഖ്യമന്ത്രി, കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്നത് AICC നിരീക്ഷകരെ ചുമതലപ്പെടുത്തിയത് പ്രമേയം പാസാക്കുകയായിരുന്നു. ആ പ്രമേയം VD സതീശൻ പിന്താങ്ങി. പ്രമേയം അവതരിപ്പിച്ചത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ആ പ്രമേയം അവതരിപ്പിക്കുന്നു. VD സതീശൻ ആ പ്രമേയത്തെ പിന്താങ്ങുന്നു. അങ്ങനെ മുഖ്യമന്ത്രി എങ്ങനെ തീരുമാനിക്കുന്നു എന്നത് AICC നിരീക്ഷകരെ ചുമതലപ്പെടുത്തി ഇവർ പ്രമേയം പാസാക്കിയതോടുകൂടി തന്നെ ഇനി അവരിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അവർ കൃത്യമായ പ്രൊസീജിയർ, നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു. ആ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇപ്പോൾ MLA-മാർ ഓരോരുത്തരെ കൂടിക്കാഴ്ച നടത്തി അവരവരുടെ അഭിപ്രായം പറഞ്ഞ ശേഷം MLA-മാർ മടങ്ങി വരുന്നു. എല്ലാ MLA-മാരും ഓരോരുത്തരും നമ്മൾ പ്രതികരണം ആരായുമ്പോഴേക്ക് അത് അവരുടെ കോൺഗ്രസിനുള്ള ആഭ്യന്തര വിഷയമാണ്. അവർ ആരോടാണ് അഭിപ്രായം രേഖപ്പെടുത്തിയത് എന്നത് എല്ലാവരും കൃത്യമായി MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കുക. കൃത്യമായി തന്നെ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവർ പോകുന്നത്. ഇനി ഇതിനുശേഷം ഘടകകക്ഷികളുമായി കൂടിയാലോചന നടത്തുന്നു AICC നിരീക്ഷകർ. അതിൽ ആദ്യം മുസ്ലിം ലീഗാണ്. 4:30 മുസ്ലിം ലീഗുമായി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ആ നേതാക്കന്മാരൊക്കെ തലസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി 2:30 എത്തും. തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളാണ്. ലീഗ് നേതാക്കൾ വൈകിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. അതിനുശേഷം ജോസഫ് വിഭാഗം, PJ ജോസഫ് തൊടുപുഴയിൽ നിന്ന് രാവിലെ തന്നെ പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം RSPയിൽ ഷിബു ബേബിജാൻ, NK പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ച നടത്തിയതിനു ശേഷം ഘടകകക്ഷിയുടെ അഭിപ്രായം രൂപീകരിക്കുന്നു. അതേസമയം ചില മുതിർന്ന നേതാക്കൾ, ഒന്നും ഉൾപ്പെടാത്ത K സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ, M ഹസൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായും അവരുടെ അഭിപ്രായം കൂടി ഉറപ്പായും തേടുന്നു. എന്നാൽ ഇതിനിടെ ചില മുതിർന്ന നേതാക്കൾ KCയുടെ ഈ നിലപാടിനോട് ഒരു അനൗചിത്യത KCക്ക് ഉണ്ട് എന്ന രീതിയിൽ ഇപ്പോൾ KC ഈ മുഖ്യമന്ത്രി എന്നതിനോട് അവകാശവാദം ഉന്നയിച്ച് വരുന്നത് ഇപ്പോൾ തികച്ചും അനൗചിത്യമാണ് എന്ന മുതിർന്ന നേതാക്കൾ ചില അഭിപ്രായം അവർ ഹൈക്കമാൻഡിനോട് അല്ലെങ്കിൽ നിരീക്ഷകരോട് അവർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രവുമല്ല, MP-മാർ ആരും മത്സരിക്കേണ്ടതില്ല എന്നൊരു പൊതു തീരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീണ്ടും ഒരു MP തന്നെ ഇവിടെ ഒരു മുഖ്യമന്ത്രിയായി ബൈ ഇലക്ഷൻ മത്സരിക്കേണ്ടി വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതെങ്ങനെയാവും ജനങ്ങൾ അതിനെ നേരിടുക? ജനങ്ങൾ തിരിച്ചടി തരുമ്പോൾ ഇത്തരത്തിൽ ആശങ്ക മുതിർന്ന നേതാക്കൾ പങ്കുവച്ചൊരു സാഹചര്യത്തിൽ എത്രത്തോളം കേസിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നൊരു സംശയമാണ്. അവിടെയാണ് VD സതീശൻ സമ്മർദ്ദ തന്ത്രവുമായി രംഗത്ത് വരുന്നത്. മായ, ശരി. അൻഫിൽട്ടാണ് KPCC-യിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായി നിയുക്ത MLA-മാരുമായുള്ള AICC നിരീക്ഷകരുടെ കൂടിക്കാഴ്ച KPCC-യിൽ തുടരുകയാണ്.
മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നതയില്ലെന്ന് മാത്യു കുഴൽനാടൻ. ഏറ്റവും നീതിയുക്തവും ജനാധിപത്യവുമായ തീരുമാനം ഉണ്ടാവും. മുസ്ലിം ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടാറില്ല. ആരും ലക്ഷ്മണരേഖ കടക്കരുത് എന്നും പരസ്പര ധാരണയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. മുസ്ലിം ലീഗിനെ ഈ തെരുവിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിരെ രാഷ്ട്രീയ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ, അപ്പോഴൊക്കെ മുസ്ലിം ലീഗിനും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കും പ്രതിരോധം തീർത്ത പാർട്ടിയാണ് കോൺഗ്രസ്. രണ്ടുപേരും സഹോദരങ്ങളെ പോലെ അത്ര ഐക്യത്തിലും ഇഴയടുപ്പത്തിലും പോകുന്ന പാർട്ടിയാണ്. അവരെന്തെങ്കിലും ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്ന ആളാകണമെന്ന് കോൺഗ്രസ് പറയുമോ? കേരള കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്ന ആളാകണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം എന്ന് കോൺഗ്രസ് ആരോടും പറയുമോ? കേരള കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുമെന്ന് PJ ജോസഫ്. നേതാക്കളുടെ സാന്നിധ്യം ആവശ്യമുള്ളതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ പിന്തുണയ്ക്കുമെന്ന് അഭിപ്രായം ചോദിച്ചാൽ പറയും. ഇപ്പോൾ അത് പറയാൻ കഴിയില്ല എന്നും ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു. ഘടകകക്ഷി എന്ന നിലയിൽ നിങ്ങൾക്കൊരു ഇതില്ലേ, തീരുമാനമില്ലേ? അഭിപ്രായം ചോദിച്ചോ? അല്ല, ചോദിച്ചിട്ടില്ല. നിരീക്ഷകർ അത്തരത്തിൽ അഭിപ്രായം എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പൊ ഇന്നത്തെ ഈ യാത്രയുടെ ലക്ഷ്യം പ്രധാനമായിട്ടും വലിയൊരു സ്ട്രൈക്ക് റേറ്റ് ആണ് കേരള കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മന്ത്രിസ്ഥാനം എത്രയായിരിക്കും ചോദിക്കപ്പെടുക? അത് ഉറപ്പിക്കേണ്ടതല്ലേ? അതെല്ലാം രമ്യമായി പരിഹരിക്കാൻ കഴിയും. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം തുടരുന്നതിനിടെ സംസ്ഥാനത്ത് ഇന്നും വിവിധയിടങ്ങളിൽ നേതാക്കൾക്കായി ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. VD സതീശനെയും KC വേണുഗോപാലിനെയും അനുകൂലിച്ചുകൊണ്ടാണ് ഇന്ന് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ വ്യക്തത വരാതെ നേതാക്കൾക്കിടയിൽ വലിയ തർക്കങ്ങൾ നടക്കുമ്പോൾ ഫ്ലെക്സ് പോരാട്ടത്തിന് ഇന്നും സംസ്ഥാനത്ത് കുറവുണ്ടായില്ല. തിരുവനന്തപുരത്തും കൊല്ലത്തും കോട്ടയത്തും കൊച്ചിയിലും ഫ്ലെക്സുകൾ ഉയർന്നു വന്നു. തിരുവനന്തപുരത്ത് KC വേണുഗോപാലിനെ പിന്തുണച്ച് KPCC ഓഫീസിന് മുന്നിലാണ് ഫ്ലെക്സ് ഉയർന്നത്. വി വാർഡ് KC എന്ന എഴുത്തോടെ കായംകുളം മുൻ മണ്ഡലം പ്രസിഡന്റ് A നൌഷാദ് ഖാനാണ് ഫ്ലെക്സ് സ്ഥാപിച്ചത്. തൃശൂർ നഗരത്തിൽ KC വേണുഗോപാലിന് മാത്രമല്ല VD സതീശന് വേണ്ടിയും ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. KC വേണുഗോപാൽ നയിക്കുമെന്നാണ് ഫ്ലെക്സ് ബോർഡിലെ വാചകങ്ങൾ. VD സതീശന്റെ ചിത്രത്തിന് താഴെ അവർ CM എന്നാണ് എഴുതിയിരിക്കുന്നത്. MG റോഡിലും തൃശൂർ ജില്ലാ ആശുപത്രിക്ക് സമീപവുമാണ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. VD സതീശനായി കൊച്ചി നഗരത്തിലും ഫ്ലെക്സ് ഉയർന്നു. മനസ്സിൽ നന്മയുള്ളവൻ നാട് ഭരിക്കട്ടെ എന്ന കുറിപ്പോടെയാണ് ഫ്ലെക്സ്. എറണാകുളം കച്ചേരിപ്പടിയിലാണ് ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. പട നയിച്ചവൻ നാട് ഭരിക്കട്ടെ എന്ന കുറിപ്പോടെ പറവൂരിലും ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. VD സതീശനായി കോട്ടയത്തും ഫ്ലെക്സ് ബോർഡ് ഉയർന്നു. കോട്ടയം പ്രസ് ക്ലബിന് മുമ്പിലായി VD നിലപാടുകളുടെ രാജകുമാരൻ എന്നെഴുതിയ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ എരുമേലി പമ്പാവാലിയിൽ VD സതീശനായി പ്രവർത്തകർ പന്തംകൊളുത്തി പ്രകടനം നടത്തി. VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രകടനം. മുൻ പഞ്ചായത്ത് മെമ്പർ മാത്യു ജോസഫ് അടക്കമുള്ള ആളുകൾ പ്രകടനത്തിന്റെ ഭാഗമായി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. അസാധാരണ തോൽവിയിൽ അസാധാരണ വിലയിരുത്തലുണ്ടാകുമെന്ന് MA ബേബി. സഖാക്കൾക്ക് പാർട്ടി യോഗങ്ങളിൽ തുറന്നടിച്ച് പ്രതികരിക്കാം. മുൻധാരണകളില്ലാതെ എല്ലാവരെയും കേൾക്കും. പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ച് ഇതുവരെ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. മറ്റു വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. CPI ഉൾപ്പെടെ എല്ലാ പാർട്ടികൾക്കും അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ കരുത്തുണ്ടാകുമെന്നതിൽ സംശയമില്ല എന്നും MA ബേബി ഡൽഹിയിൽ പറഞ്ഞു. അസാധാരണമായൊരു തോൽവിയാണ് കേരളത്തിൽ പാർട്ടിക്കും LDFിനും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അസാധാരണമായ തരത്തിൽ പാർട്ടി ഒന്നടങ്കം ഇതിൻ്റെ കാരണങ്ങൾ എന്തെന്ന് സത്യസന്ധമായും നിർഭയമായും മുൻവിധികളൊന്നും കൂടാതെയും പരിശോധിച്ച് ആ പരിശോധനയിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റി തുടങ്ങിയ നേതൃത്വ തലങ്ങളിൽ ചർച്ച ചെയ്തിട്ടാണ് സാധാരണ നിലപാടുകളിലേക്ക് എത്തുക, നിഗമനങ്ങളിലേക്ക് എത്തുക. ഇത്തവണ പാർട്ടി അസാധാരണമായ ഒരു സംഘടനാ പ്രവർത്തന രീതി ഈ കാരണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ, പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള സഖാക്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ, പാർട്ടി സഖാക്കൾ എല്ലാ തലങ്ങളിലും ജനങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ജനങ്ങളിൽ നിന്ന് എല്ലാ തലങ്ങളിലുമുള്ള പാർട്ടി സഖാക്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം ഒരു 1.5 മാസക്കാലം എടുത്ത്
ഇത്തരത്തിലൊരു പരിശോധന നടത്താനാണ് ഇന്നലെ തീരുമാനിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ ജോസ് കെ മാണി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയത്തിലേക്ക്. യോഗത്തിൽ പൊതുവെ പരാജയമുണ്ടായ കാര്യങ്ങളൊക്കെ പൊതുവായിട്ട് ചർച്ച ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തില്ല. ആ ചർച്ചകൾ തീർച്ചയായും ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടേതായ യോഗങ്ങൾ കൂടുന്നുണ്ട്. കൂടുതതിന് ശേഷം ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടി കേരള ഓക്കെ. അപ്പം കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി അടുത്ത ദിവസം വെച്ചിട്ടുണ്ട്, 9-ാം തീയതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് വിശദമായ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ചർച്ച ചെയ്യും. അപ്പോൾ അങ്ങനെ എല്ലാ ഘടകകക്ഷികളുടെയും പൂർത്തീകരിച്ചതിന് ശേഷം ജൂൺ 15-ന് ശേഷം വീണ്ടും LDF കൂടും. അവിടെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനങ്ങളിലേക്ക്. കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ പ്രസക്തി നഷ്ടമായെന്ന വിമർശനമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ജയപരാജയങ്ങൾ എപ്പോഴും ഉണ്ടല്ലോ. അതല്ല പിന്നെ പലവട്ടവും കേരള കോൺഗ്രസ് ഇപ്പോൾ നമുക്കറിയാം, ജോസഫ് ഗ്രൂപ്പ് ഒരു സീറ്റിൽ വന്ന് നിന്നിട്ടില്ലേ. മുഴുവൻ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്, ഇപ്പോൾ പേരെടുത്ത് പറയുന്നില്ല. പക്ഷേ അതിനകത്ത് അണികൾ അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. പക്ഷെ പൊതുജനമാണല്ലോ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ പൊതുജനങ്ങൾ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആളുകളുടെ വോട്ട് കൂടി ചേർക്കുമ്പോഴാണല്ലോ ഒരു സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു ജയം മാത്രമേ അല്ലേ ഉള്ളൂ, ഒരാൾ മാത്രമേ അല്ലേ ഉള്ളൂ, പാസ് മാർക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കൃത്യമായി എന്താണോ അതിനകത്ത് വീഴ്ച കൊണ്ടായിട്ടുള്ളത് അത് പരിശോധിച്ച് മുന്നോട്ട് നീങ്ങും, കരുത്തായിട്ട് നീങ്ങും. അതൊക്കെ ഞങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ്, ഞാൻ കോൺഫിഡൻ്റ് ആണ്. അതൊക്കെ തിരിച്ച് ഇത് എത്രയോ പ്രതിസന്ധി കേരള കോൺഗ്രസ് നേരിട്ടിട്ടുണ്ട്, പണ്ട് കാലത്തും നേരിട്ടുണ്ട്, ഇവിടെ പാർട്ടി പിളർന്നപ്പം നേരിട്ടിട്ടുണ്ട്, നിയമയുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, മുന്നണിയിൽ നിന്ന് പുറത്തായപ്പം നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഉണ്ട്, ഇതിനകത്തൊന്നും പ്രശ്നങ്ങളില്ല. സദ്യ വിളമ്പി സ്വീകരിക്കും, മുടിയനായ പുത്രൻ തിരിച്ചു വന്നാൽ സദ്യ വിളമ്പി സ്വീകരിക്കുമെന്നല്ല അബു ഇന്നലെ പറഞ്ഞത്. ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവർക്കൊരു വിഷമം ഉണ്ടായപ്പോൾ ഞാൻ അവരോടും ഇതേ ഭാഷ തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങളൊന്ന് സഹായിക്കാമെന്ന്. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോഴാണ്. അപ്പം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന് കരുതിയായിരിക്കാം അങ്ങനെ അവർ സംസാരിച്ചത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സഹായം ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഞാൻ തുറന്നു പറയട്ടെ, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കില്ല. ഞങ്ങൾ മുന്നോട്ട് നീങ്ങും. അല്ല, ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ ഒരു വ്യക്തിയോ എന്നുള്ളതല്ല, ഒറ്റക്കെട്ടായിട്ട് ഈ പരാജയം ഞങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. ഇതിൻ്റെ വിശദമായ മറ്റു കാര്യങ്ങൾ ഇതിന് ശേഷം നമ്മൾ 15-ന് ശേഷം വരുന്ന LDF യോഗത്തിൽ ന്യൂനപക്ഷ വോട്ടുകളിൽ ഏകീകരണം UDF അനുകൂലമായി ഉണ്ടായി. ക്രൈസ്തവ വോട്ടുകളിൽ ഞാൻ ഇതിനകത്ത് ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ എന്നുള്ളതല്ല, സാധാരണക്കാരെ ജനങ്ങളുടെ അവരുടെ തീരുമാനമാണ്. ഏത് UDF ആണെങ്കിലും LDF ആണെങ്കിലും NDA ആ ജനങ്ങൾ വോട്ട് ചെയ്തെങ്കിലേ ഒരു സ്ഥാനാർത്ഥി വിജയിക്കുള്ളൂ. അല്ലാതെ ഏതെങ്കിലും മുന്നണിയുടെ ബലം കൊണ്ട് മാത്രം ജയിക്കത്തില്ല. അവർ തീരുമാനിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നമ്മൾ പരാജയം ഏറ്റുവാങ്ങി മറ്റുള്ളവരെ ഞാൻ അനുമോദിക്കുന്നു. നല്ല പ്രവർത്തനങ്ങൾ അവർക്ക് കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശിക്കുന്നു. ജോസ് കെ മാണി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ രജിത്തുണ്ട് തത്സമയം. രജിത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നത് വലിയ വിമർശനങ്ങളാണ് എന്നൊക്കെ കേൾക്കുന്നു. ഈ LDFന് ശേഷം പുറത്തേക്കിറങ്ങി വന്ന ജോസ് കെ മാണി പറഞ്ഞ കാര്യങ്ങളും കേട്ടു. സമഗ്ര പരിശോധന നടത്താനാണ് CPMന്റെ തീരുമാനമെന്ന് കേൾക്കുന്നു. എന്താണ് വിവരങ്ങൾ?
LDF യോഗത്തിൽ ഈ കാരണങ്ങൾ എന്തൊക്കെയാണ്, തോൽവി സംബന്ധിച്ചുള്ള കാരണങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്തു എന്നാണ്. പരാജയത്തിന് പലവിധമായ കാരണങ്ങൾ ഉണ്ട് എന്നാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് വ്യക്തിപരമായി തനിക്കെതിരെ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന അധിക്ഷേപങ്ങൾ കാര്യമാക്കുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം അത് ഉണ്ടായിട്ടുണ്ട്. അതാണ് CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ തോൽവിയിലേക്ക് നയിച്ചത് എന്ന ഒരു വിലയിരുത്തലാണ് ഉണ്ടായിട്ടുള്ളത്. രാവിലെ മുതൽ ചേർന്ന LDF യോഗത്തിലെ എല്ലാ നേതാക്കളും, എല്ലാ ഘടകകക്ഷിയിലെ എല്ലാ നേതാക്കളും തന്നെ പങ്കെടുക്കുകയും തങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്തു. അതുപ്രകാരം നേരത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്ന തീരുമാനം പോലെ തന്നെ എല്ലാ ഘടകകക്ഷികളും അവരവരുടെ യോഗങ്ങൾ ചേർന്നുകൊണ്ട് പരാജയ കാരണം വിലയിരുത്തുകയും അതിനുശേഷം അടുത്ത 15-ാം തീയതിക്ക് ശേഷം ജൂൺ 15 ശേഷം വീണ്ടും യോഗം ചേരുന്നുണ്ട്, LDF യോഗം ചേരുന്നുണ്ട്. അതിൽ വേണ്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്ത് മാറ്റങ്ങളാണ് ജനങ്ങളിലേക്ക് വീണ്ടും ഇറങ്ങിച്ചെന്നുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസത പിടിച്ചുപറ്റിക്കൊണ്ട് ഭരണത്തിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള മാറ്റങ്ങൾ, അത് ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നത് സംബന്ധിച്ച അക്കാര്യത്തിൽ തീരുമാനം LDF യോഗത്തിലടക്കം ഉണ്ടാവുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തുതന്നെയായാലും ഇപ്പോൾ ജോസ് കെ മാണിയുടെ അടക്കം പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രതികരണത്തിൽ അടക്കം ജോസ് കെ മാണി വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും നേരത്തെ തന്നെ ഇങ്ങോട്ടേക്ക് മണി വിഭാഗത്തിന് എതിരെയുള്ള ഒരു അൻപു ജോസിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ആ പ്രതികരണത്തിലടക്കം അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തു. തങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ തങ്ങൾ കൃത്യമായി തന്നെ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്ന രീതിയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിനു മുമ്പ് അവർക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്ന സമയത്ത് പോലും തങ്ങളും ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. ഇപ്പോൾ തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് കണ്ടുകൊണ്ടായിരിക്കും അവരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. ഇടതുമുന്നണി യോഗം പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷമുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു രജിത്ത്. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർപ്പുഴ കയ്യേറി നിർമ്മിച്ച ചില കെട്ടിടങ്ങൾ ഉടമകൾ പൊളിച്ചു തുടങ്ങി. 88 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കേണ്ടത്. ഇതിൽ 56 കെട്ടിടങ്ങൾ ഉടമകൾ പൊളിച്ചു നീക്കും. ബാക്കിയുള്ളവ റവന്യൂ വകുപ്പ് പൊളിച്ചു നീക്കും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കിയിൽ പന്നിയാർപ്പുഴ കയ്യേറി നിർമ്മിച്ച 88 കെട്ടിടങ്ങളും പൂർണ്ണമായി പൊളിച്ചു മാറ്റുമെന്ന് ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട്. ഒരു നിവൃത്തിയും ഇല്ലാത്തവരല്ല പുഴ കയ്യേറി കെട്ടിടം നിർമ്മിച്ചത്. ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായിട്ടാണ് നടപടി. പുനരധിവാസം ആവശ്യമുള്ള 12 പേർക്ക് സർക്കാർ സഹായം ഒരുക്കും. കയ്യേറ്റത്തിന് പ്രാദേശിക ഭരണകൂടത്തിന്റെ സഹായം ലഭ്യമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും കളക്ടർ പറഞ്ഞു. ഒരു തുണ്ട് ഭൂമിയോ കൂരയോ ഇല്ലാത്തവരുടെ പുനരധിവാസം നമ്മുടെ ബാധ്യതയാണ്. അത് പഞ്ചായത്ത് അതിന് നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതേസമയം ഇത്രയും ഒരു പുഴയോരത്ത് നമ്മൾ ഇതിനെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ആസ്പെക്റ്റിലാണ് ആദ്യം കണ്ടത്. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾക്കറിയാം, വയനാട് ഉണ്ടായ ദുരന്തത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കഴിഞ്ഞ വർഷം കൂട്ടാറിൽ പുഴയോരത്ത് ഇതുപോലെ അനധികൃത കെട്ടിടങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളത്തിന് ഒഴുകിപ്പോവാൻ പറ്റാത്ത സമയത്ത് വാഹനങ്ങൾ വരെ ഒഴുക്കിക്കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും വളരെ ഭീഷണിയാണ് ഇത്തരം പ്രത്യേകിച്ച് ഈ പുഴയോരത്തുള്ള നിർമ്മിതികളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ദുരന്ത സാധ്യത മുന്നിൽ കണ്ട് ഈ നടപടി സ്വീകരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. കൂടുതൽ വിവരങ്ങളുമായി MC ബോബൻ ചേരുകയാണ്. ബോബൻ, ഈ പൂപ്പാറയിലെ പന്നിയാർപ്പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ ഉടമകൾ പൊളിച്ചു മാറ്റുകയാണല്ലോ, നടപടികൾ നടക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷ സാധ്യതകളുണ്ടോ അവിടെ? എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? മായ, ഏതാണ്ട് 88 കെട്ടിടങ്ങളാണ് ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റേണ്ടത്. ഇതിൽ 56 കെട്ടിടങ്ങൾ കെട്ടിട ഉടമകൾ തന്നെ പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ 29 കുടുംബങ്ങൾ ഇതിന് തയ്യാറാകുന്നില്ല. അവർ നിരാഹാര സമരം കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചിരുന്നു. ഇവിടെ സ്ഥലത്ത് വലിയ സംഘർഷ സാധ്യതയാണ് രാവിലെ മുതൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹവും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തിയിരുന്നു. ഇടയ്ക്ക് സംഘർഷം ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇത് നിയന്ത്രിക്കാൻ പോലീസിന് കഴിയുന്നുണ്ട്. 2024 3 ആരാധനാലയങ്ങൾ ഉൾപ്പെടെ 56 കെട്ടിടങ്ങളാണ് സർക്കാർ ഏറ്റെടുത്തിരുന്നത്. ഇതിനെതിരെ കെട്ടിട ഉടമകൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ സുപ്രീം കോടതി ഇവരുടെ ഹർജി തള്ളി. ഇതേ തുടർന്നാണ് കെട്ടിടങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കെട്ടിടങ്ങൾ ഏറ്റെടുക്കാൻ 29 കുടുംബങ്ങളോട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇവർ ഇതിന് തയ്യാറായില്ല. ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഇവർക്ക് 24 മണിക്കൂറിനകം ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത്. ഈ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒഴിപ്പിക്കൽ നടപടികൾ പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തി ഇവരോട് സംസാരിക്കുകയും ചെയ്തു. ഇതിൽ പുനരധിവാസം ആവശ്യം
ആവശ്യമുള്ള 12 കുടുംബങ്ങളുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മറ്റുള്ളതെല്ലാം വൻകിട കയ്യേറ്റങ്ങളാണ് എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തിനോട് അർഹരായവരെ പുനരധിവസിപ്പിക്കാൻ അർഹരായവരുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതനുസരിച്ച് ഇവരെ പുനരധിവസിപ്പിക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ്. കനത്ത പോലീസ് സന്നാഹമുണ്ട്. ശാന്തൻപാറ പഞ്ചായത്തിൽ നിരോധനാജ്ഞയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മായ ബോബനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മറ്റു വാർത്തകളിലേക്ക്. പശ്ചിമ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിറകെ ആരംഭിച്ച സംഘർഷം രൂക്ഷമാവുകയാണ്. BJP നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിനെ വെടിവെച്ചു കൊന്നു. തൃണമൂൽ നേതാക്കളുടെ അറിവോടെ നടന്ന ആസൂത്രിത കൊലപാതകമാണെന്നും CBI അന്വേഷണം വേണമെന്നും BJP ആവശ്യപ്പെട്ടു. അതേസമയം പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിറകെ ബംഗാളിൽ സംഘർഷം രൂക്ഷമാവുകയാണ്. കൊൽക്കത്തയ്ക്ക് സമീപം മധ്യഗ്രാമിൽ BJP നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിനെ വെടിവെച്ചു കൊന്നു. ബൈക്കിലെത്തിയ ആക്രമികൾ കാർ തടഞ്ഞു നിർത്തിയാണ് ചന്ദ്രനാഥ് രഥിനെ വെടിവെച്ചു വീഴ്ത്തിയത്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ആസൂത്രിത കൊലപാതകമാണിതെന്നും CBI അന്വേഷണം വേണമെന്നും BJPയും ചന്ദ്രനാഥ് രഥിന്റെ കുടുംബവും ആവശ്യപ്പെട്ടു. 15 വർഷത്തെ ജംഗിൾ രാജിന്റെ ഫലമാണിതെന്നും BJP സർക്കാർ ഗുണ്ടകളെ ഇല്ലാതാക്കുമെന്നും സുവേന്ദു അധികാരി പറഞ്ഞു. 2-3 दिन रेकी करके फुल्ली प्री प्लान्ड मर्डर, पुलिस ने इन्वेस्टिगेशन चालू किया, स्टेट का सीनियर पुलिस ऑफिसर है। हम लोग बहुत पेनफुल हार्ट में ये जो मर्मांतिक हादसा हुआ इसका निंदा करने का कोई भाषा हम लोग का पास नहीं है. ബഷീർഹാട്ട് മേഖലയിൽ മറ്റൊരു BJP പ്രവർത്തകനും വെടിയേറ്റു. രോഹിത് റോയ് എന്ന യുവാവിനാണ് വെടിയേറ്റത്. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണ് ആക്രമിച്ചതെന്നാണ് ആരോപണം. അതേസമയം പരാജയം നേരിട്ടെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന വാശിയിലാണ് മമതാ ബാനർജി. ഗവർണർ ഇടപെട്ട് നടപടി സ്വീകരിച്ചേക്കും. ബംഗാളിൽ പുതിയ സർക്കാർ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്ന് BJP വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തമിഴ്നാട്ടിൽ TVK അധ്യക്ഷൻ വിജയ് വീണ്ടും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. കേവല ഭൂരിപക്ഷം ഉണ്ടെന്ന് വിജയ് അവകാശവാദം ഉന്നയിച്ചു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിർണായക തീരുമാനത്തിൽ എത്തിയതായാണ് വിവരം. സർക്കാരുണ്ടാക്കാൻ ഗവർണർ വിജയെ ക്ഷണിച്ചേക്കും. ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായുള്ള വിജയുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിർണായക തീരുമാനത്തിൽ എത്തിയതായാണ് വിവരം. സർക്കാരുണ്ടാക്കാൻ ഗവർണർ വിജയെ ക്ഷണിച്ചേക്കും. VCK അടക്കമുള്ള കക്ഷികളുടെ പിന്തുണയുണ്ടെന്ന് വിജയ് ഗവർണറെ ധരിപ്പിച്ചതായാണ് വിവരം. ദിവസങ്ങൾ നീണ്ടുനിന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തമിഴ്നാട്ടിൽ ഇതോടെ പരിസമാപ്തിയാവുകയാണ്. 1 മണിക്കൂറായിരുന്നു ഗവർണറുമായുള്ള കൂടിക്കാഴ്ച. 2 ദിവസത്തിനകം വിജയ് സത്യപ്രതിജ്ഞ ചെയ്തേക്കും. കോൺഗ്രസിന് പുറമെ VCK, CPM, CPI എന്നിവർ പിന്തുണയ്ക്കുമെന്നാണ് TVK വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം മറീന ബീച്ച് പരിസരത്ത് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. ആളുകൾ കൂട്ടം കൂടി നിൽക്കരുതെന്ന് പോലീസ് നിർദ്ദേശം നൽകി. ജല്ലിക്കെട്ട് പ്രക്ഷോഭ മാതൃകയിൽ ജെൻസി പ്രതിഷേധത്തിനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് പോലീസ് സുരക്ഷ ശക്തമാക്കിയത്. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നിട്ടും തമിഴ്നാട് രാഷ്ട്രീയം കലുഷിതമായി തുടരുകയായിരുന്നു. സർക്കാർ രൂപീകരണ അനിശ്ചിതത്വം തുടരുന്നതിനിടെ അപ്രതീക്ഷിത രാഷ്ട്രീയ നീക്കങ്ങളാണ് തമിഴ്നാട്ടിൽ നടന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. US ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള നിർണായക സമാധാന നിർദ്ദേശം ഇറാന്റെ സജീവ പരിഗണനയിൽ. ആണവ ചർച്ചകൾക്കും സമാധാന പുനഃസ്ഥാപനത്തിനുമായി അമേരിക്ക മുന്നോട്ട് വെച്ച 14 ഇന ഉടമ്പടിയിൽ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയേക്കുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടെ ഇറാൻ തീരത്തേക്ക് പോയ കപ്പൽ ആക്രമിച്ച് അമേരിക്കൻ സേന. ഇറാൻ പതാക വഹിക്കുന്ന കപ്പലായ MT ഹസ്നയ്ക്ക് നേരെയാണ് അമേരിക്കൻ സേനയുടെ ആക്രമണം നടന്നത്. അമേരിക്കൻ ഉപരോധം മറികടക്കരുതെന്ന് നിരവധി മുന്നറിയിപ്പുകൾ നൽകിയെങ്കിലും പാലിക്കാതെ വന്നതോടെയാണ് ആക്രമിച്ചത് എന്നാണ് സെൻട്രൽ കമാൻഡ് വിശദമാക്കുന്നത്. IPL-ൽ ഇന്ന് ലക്നൗ സൂപ്പർ ജയൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. രാത്രി 7 മുതൽ ലക്നൗ ഏകാന സ്റ്റേഡിയത്തിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്താണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. പട്ടികയിൽ അവസാന സ്ഥാനത്താണ് ലക്നൗ സൂപ്പർ ജയൻസ്. വാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.